സവർക്കറെ തള്ളി പറയുന്നവർ അതിനു മുൻപേ തള്ളി പറയേണ്ട ഒരാളുണ്ട്, മിറാജ്കർ. ആരാണ് മിറാജ്കർ എന്നറിയാത്തവർക്ക് വേണ്ടി പറയാം. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ. ബ്രിട്ടീഷുകാർക്കെതിരായ മീററ്റ് ഗൂഢാലോചന കേസിലെ 31 കമ്മ്യൂണിസ്റ്റുകളിൽ പ്രമുഖൻ. ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രഗത്ഭ നേതാവ്. 13 വർഷത്തിലധികം AITUC അധ്യക്ഷൻ. മേൽപ്പറഞ്ഞ കാലയളവിൽ ബോംബെ മേയർ. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജനത്തെ തുടർന്ന് CPM-ൽ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. മിറാജ്കറെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാമെങ്കിലും പലർക്കും അദ്ദേഹം സവർക്കറെ പ്രശംസിച്ച കഥ അറിയാൻ വഴിയില്ല. ഇപ്പോൾ ആ കഥയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആ കഥ എന്താണ് എന്ന് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീജിത്ത് പണിക്കരാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എന്നെ പിറന്നാൾ ദിവസം ആഭ്യന്തരമന്ത്രി സന്ദർശിച്ചതിനെ വിമർശിക്കുന്ന മട്ടന്നൂർ CPM MLA VK സനോജിന് ഒരു കഥ പറഞ്ഞു തരാം. ഇത് അക്ഷരാർത്ഥത്തിൽ VK സനോജിനുള്ള ഒരു മറുപടിയാണ്. പിറന്നാൾ ദിവസം അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി സന്ദർശിച്ചതിന് VK സനോജ് വളരെ മോശമായ രീതിയിൽ ഒരുപാട് ആരോപണങ്ങൾ ഈ ബന്ധത്തിന് നേരെ പറയുന്നുണ്ടായിരുന്നു. അതിനുള്ള ഒരു മറുപടി കൂടിയാണിത്. എന്തായാലും ആ കഥ എന്താണെന്നുള്ളത് പറയാം. വർഷം 1958 മെയ് മാസം 28. അന്ന് ഒരു പിറന്നാൾ ദിവസമാണ്. വിനായക് ദാമോദർ സവർക്കറിന് 75 വയസ്സ് തികയുന്ന ദിവസം. അതിന് ദിവസങ്ങൾക്ക് മുൻപ് ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ അധ്യക്ഷൻ ശാന്താറാം മിറാജ്കർ സവർക്കറെ കണ്ട് ഒരു ആഗ്രഹം പറയുന്നു. അദ്ദേഹത്തിന്റെ 75ാം പിറന്നാൾ ദിവസം ബോംബെ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ പൗരാവലിയുടെ ഒരു സ്വീകരണം നൽകാൻ താല്പര്യമുണ്ടെന്ന്. സവർക്കർ ആ ക്ഷണം സ്വീകരിച്ചു. തുടർന്ന് ഇക്കാര്യത്തിന് കോർപ്പറേഷനിൽ ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നു. എതിർപ്പുകളില്ലാതെ അത് പാസ്സാകുന്നു. അങ്ങനെ പിറന്നാൾ ദിവസം എത്തി. ആഘോഷ പരിപാടികളുടെ വേദി കമലാ നെഹ്റു പാർക്ക്. ആർത്തു വിളിക്കുന്ന ആയിരങ്ങൾ. അതിന്റെ ഇടയിലൂടെ സവർക്കർ വേദിയിലേക്ക് വരുന്നു. സവർക്കറെ കുറിച്ച് മിറാജ്കർ ഇങ്ങനെ പ്രസംഗിച്ചു: വിപ്ലവാത്മക യാഥാർത്ഥ്യവാദത്തിന്റെ കവിയായും ചരിത്രകാരനായും പണ്ഡിതനായും വിമർശകനായും വ്യാഖ്യാതാവായും അയിത്ത നിർമാർജനത്തിനായി പോരാടിയ ധീരനായകനായും ലോകം സവർക്കറെ അറിയുന്നു. സ്വാതന്ത്ര്യത്തിനു വേണ്ടി അദ്ദേഹം നടത്തിയ മഹത്തായ പരിശ്രമങ്ങളും സന്തോഷപൂർവ്വം സഹിച്ച എണ്ണമറ്റ ദുരിതങ്ങളും ത്യാഗങ്ങളും ഭാരത ചരിത്രത്തിലെ തിളക്കമുള്ള മാതൃകയായി എന്നും നിലനിൽക്കും. അവ ലക്ഷക്കണക്കിന് ആളുകളെ തുടർന്നും പ്രചോദിപ്പിക്കും. ഇനി ആരാണ് മിറാജ്കർ എന്ന് സനോജിന് പറഞ്ഞു തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങൾ പറയുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ. അത് സനോജിന് അറിയുമോ? ബ്രിട്ടീഷുകാർക്കെതിരായ മീററ്റ് ഗൂഢാലോചന കേസിലെ 31 കമ്മ്യൂണിസ്റ്റുകളിൽ പ്രമുഖൻ. സനോജിന് അറിയുമോ? ട്രേഡ് യൂണിയൻ രംഗത്തെ പ്രഗത്ഭ നേതാവ്. 13 വർഷത്തിനകം AITUC അധ്യക്ഷൻ. മേൽപ്പറഞ്ഞ കാലയളവിൽ ബോംബെ മേയർ. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിഭജനത്തെ തുടർന്ന് CPM-ൽ എത്തിയ വ്യക്തി. എന്തായാലും ഇങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ സവർക്കറെ പ്രശംസിക്കുകയാണ്, അല്ലെങ്കിൽ സവർക്കർ നല്ലൊരാളാണ്, സവർക്കറിനെ കുറിച്ച് സവർക്കറിന്റെ ഗുണഗണങ്ങളൊക്കെ പറയുന്നവരെ തള്ളി പറയുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇങ്ങനെ CPM-ന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ ഒരാൾ ഇങ്ങനെ സവർക്കറെ പ്രശംസിച്ചതിനെ കുറിച്ച് അറിയാമെങ്കിൽ നിങ്ങൾ ആദ്യം തള്ളി പറയേണ്ടത് ആ നേതാവിനെ അല്ലേ എന്ന് തന്നെയാണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പോൾ സനോജിന് മാത്രമല്ല, ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർക്കും അതുപോലെ തന്നെ സവർക്കറെ വിമർശിക്കുന്നവർക്കുമൊക്കെ ഒരു ചോദ്യം തന്നെയാണ്. കാരണം അവർ മറുപടി പറയേണ്ടുന്ന ഒരു ചോദ്യം തന്നെയാണ്. സവർക്കറെ ഈ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ആശയ പോരാട്ടങ്ങൾ ഉണ്ടാകും. അത് പറഞ്ഞ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല ഒരു സംഗതിയല്ല, അതൊരു നല്ല നയമല്ല എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ പറയുന്നത്. മഹത്തായ പരിശ്രമങ്ങൾ സന്തോഷപൂർവ്വം സഹിച്ച എണ്ണമറ്റ ദുരിതങ്ങളും ത്യാഗങ്ങളും ഭാരത ചരിത്രത്തിലെ തിളക്കമുള്ള മാതൃകയായി എന്നും നിലനിൽക്കും. അവ ലക്ഷക്കണക്കിന് ആളുകളെ തുടർന്നും പ്രചോദിപ്പിക്കും എന്ന് സവർക്കറെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ മിറാജ്കറെ ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആർക്കും അറിയുകയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം എന്ന് തന്നെ നമുക്ക് വിശകലനം നടത്താം എന്ന് വേണമെങ്കിൽ ഈ ഒരു പോസ്റ്റിന് ശേഷം നമുക്ക് പറയാൻ സാധിക്കും. ധൈര്യവാനാണ് എങ്കിൽ മിറാജ്കറെ ഒന്ന് തള്ളി പറയൂ സനോജ്. 1, സവർക്കറുടെ പിറന്നാൾ ആഘോഷമാക്കിയതിന്. 2, സവർക്കറെ പ്രശംസിച്ചതിന്. മിടുക്കുണ്ടോ കാണട്ടെ എന്ന് വെല്ലുവിളി കൂടെ നടത്തിയിരിക്കുകയാണ് ശ്രീജിത്ത് പണിക്കർ. എന്തായാലും ഇതിപ്പോ സവർക്കറെ വിമർശിക്കുന്ന CPM-കാർക്ക് മാത്രമല്ല, സവർക്കറെ വിമർശിക്കുന്ന അദ്ദേഹം ഒരു സംഘപ്രവർത്തകനാണ്, RSS-കാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ആശയങ്ങൾ എതിരെ അല്ലെങ്കിൽ BJP-കാരോടുള്ള ആ ഒരു വിദ്വേഷമൊക്കെ കാണിക്കുന്നതിന് വേണ്ടി സവർക്കറെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന, അദ്ദേഹം ഒന്നുമല്ല എന്ന് തള്ളിപ്പറയുന്ന പലർക്കുമുള്ള ഒരു പാഠം തന്നെയാണ്, അല്ലെങ്കിൽ പലർക്കുമുള്ള ഒരു മറുപടി തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.